അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും പഠിക്കുവാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടൽ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ വേണ്ടി പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നതും അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ സൂറത്തുൽ ബയ്യിന എന്ന് പറയുന്ന സൂറത്തിനെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കുവാൻ വേണ്ടി പോകുന്നത്. സൂറത്തുൽ ബയ്യിന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലായിരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഹബീബിന് ഈ സൂറത്ത് അള്ളാഹു ഇറക്കി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ 9 ആയത്തുകളാണ് അള്ളാഹു കൊണ്ടുവന്നിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്കതിൻ്റെ ഒരൊറ്റ ആയത്ത് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. സദഖല്ലാഹുൽ അദീം. ഈ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നതും ഇതിൽ അല്ലാഹു പരാമർശിക്കപ്പെടുന്നതും ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരാത്ത മുശ്രിക്കീങ്ങളായ അവിശ്വാസികളായ ആളുകളെയുമാണ് ഇതിൽ അള്ളാഹു പരാമർശിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് നമുക്കിതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നതായ ജൂതന്മാരും ക്രിസ്ത്യാനികളും, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം, അതേപോലെ തന്നെ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായം, ഇവരാണല്ലോ ജൂതന്മാരും ക്രിസ്ത്യാനികളും. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബിയുടെ വരവിനെ കുറിച്ചും ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഹമ്മദ് എന്ന പേരിൽ ഒരു പ്രവാചകനായി ഇവിടെ കടന്നു വരുമ്പോൾ മുത്തുനബിക്കുണ്ടാകുന്ന വിശേഷ ഗുണങ്ങൾ കൃത്യമായ രീതിയിൽ വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ അവരുടെ ഗ്രന്ഥത്തിൽ, വേദഗ്രന്ഥത്തിൽ അള്ളാഹു അവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കലീമുല്ലാഹ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അവരുടെ വേദഗ്രന്ഥത്തിൽ അവരത് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബനൂ നദീർ, ബനൂ ഖുറൈള, ബനൂ ഖൈനുഖ എന്ന് പറയുന്ന മദീനയിൽ ആ കാലഘട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വളർന്ന ആ ഒരു കാലഘട്ടത്തിൽ മദീനയിൽ ഈ ജൂതന്മാർ വന്ന് താമസിച്ചിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഒരു പ്രവാചകൻ വരുമെന്നും ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നേതാവായിട്ട് വരുമെന്നൊക്കെ അവർ കാലകൂട്ടി അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ മുത്തുനബിയെ വിശ്വസിക്കുകയും വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ വക്താക്കളായി മാറുകയും ചെയ്യാമെന്ന ആ ഒരു ആഗ്രഹത്തിൻ്റെ പ്രതീക്ഷയുടെ പേരിലായിരുന്നു കാലങ്ങൾക്ക് മുമ്പേ അവർ മദീനയിൽ വന്ന് താമസമാക്കിയെന്നും ആര്? ജൂതന്മാരും ക്രിസ്ത്യാനികളും. ആ ആളുകൾ പിന്നീട് അവർക്ക് എന്ത് സംഭവിച്ചു എന്നതാണ് ഈ സൂക്തത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നതും. നമുക്ക് ആദ്യമായിട്ട് അതിൻ്റെ ആയത്തുകളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അല്ലാഹു പറയുന്നത് നോക്കൂ നിങ്ങൾ, ചോദിക്കുന്നത് നോക്കൂ നിങ്ങൾ. ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. അല്ലാഹു പറയാം, ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേദഗ്രന്ഥം നൽകിയ ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവർക്കാണ് അല്ലാഹു വേദഗ്രന്ഥം നൽകിയിട്ടുള്ളത്. അങ്ങനെ വേദഗ്രന്ഥം നൽകിയിട്ടുള്ളതായ ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നുമുള്ള അവിശ്വാസികളായ കാഫിരീങ്ങളായ ആളുകൾ ആയിട്ടില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. എന്നിട്ട് ചേർത്ത് അല്ലാഹു പറയുന്നു, വൽ മുശ്രിക്കീന, ബിംബത്തെ ആരാധിക്കുന്ന, തീയിനെ ആരാധിക്കുന്ന, അല്ലാഹുവിനെ ശിർക്ക് ചെയ്ത് ജീവിക്കുന്നതായ മുശ്രിക്കീങ്ങളായ അവിശ്വാസികളായ ആളുകളും ആയിട്ടില്ല. എന്തായിട്ടില്ല എന്ന് അല്ലാഹു പറയുന്നത്? മുൻഫക്കീൻ, അതായത് സാഇലീന അമ്മാഹും അലൈഹിം, അവർ ആയിക്കൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്നും അവർ നീങ്ങിപ്പോകുന്നവരായിട്ടില്ല. അവർ
വിശ്വസിച്ചു പോന്നുകൊണ്ടിരിക്കുന്നതായ ആ വിശ്വാസത്തെ അവർ അതിൽ നിന്നും അവസാനിപ്പിച്ച് അതിൽ നിന്നും മടങ്ങുന്നവർ ആയിട്ടില്ല, അതിന് വിരാമം കുറിക്കുന്നവരായിട്ടില്ല. എന്താണ് അവരുടെ വിശ്വാസം? അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസം എന്തായിരുന്നു? അത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ വേദഗ്രന്ഥത്തിനനുസരിച്ച് കൊണ്ടും അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ശിർക്ക് ചെയ്യുന്നവരുണ്ട്, കാഫിരീങ്ങളായ ആളുകൾ. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല പങ്കു ചേർത്തുകൊണ്ട് അവർ, അതുപോലെ തന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ ആളുകൾ, അവരുടെ വിശ്വാസത്തിൽ ഒരുപാട് വൈകല്യങ്ങളുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് വരെ, പരിശുദ്ധാത്മാവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വിശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നും, ജൂതന്മാരിൽ നിന്നും നല്ല ആളുകൾ അല്ലാഹുവിന്റെ ഹബീബിൻ വന്നതോടുകൂടെ മുത്തുനബിയെ ആ വിശേഷ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നിവരെ പോലെ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. മുശ്രിക്കീങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ, ജൂതന്മാരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. അപ്പോൾ എന്നിട്ട് അതാണ് അല്ലാഹു അവരെ സംബന്ധിച്ചാണ് അല്ലാഹു പറയുന്നത്, അവർ വിശ്വസിച്ചു കൊണ്ടിരുന്ന ആ വിശ്വാസത്തിൽ നിന്നും അവർ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് മടങ്ങി വരുന്നവർ, അതിനെ അവസാനിപ്പിക്കുന്നവരായിട്ടില്ല. ഏതുവരെ? ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ തെളിവ് അവരിലേക്ക് വന്നെത്തുന്നത് വരെ അവർ ആയിക്കൊണ്ടിരുന്ന ആ ഒരു വികലമായ വിശ്വാസത്തിന്റെ വക്താക്കളായിരുന്നു അതുവരെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തമായ തെളിവ് അവരിലേക്ക് അങ്ങ് കിട്ടിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെയുള്ള നല്ല ജൂതന്മാർ അതിൽ വിശ്വസിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ജൂതന്മാരിൽ നിന്നും ബഹുഭൂരിപക്ഷവും വിശ്വസിച്ചില്ല. എന്റെ അഹങ്കാരം അവരെ പിടികൂടി. ഞങ്ങൾ മുത്തനബിയെ കൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് അത് ക്ഷതം സംഭവിക്കും, പിന്നെ ഞങ്ങൾക്ക് നിലനിൽപ്പില്ലല്ലോ എന്ന് കരുതിയിട്ട് പല ജൂതന്മാരും മുത്തുനബിയെ കൃത്യമായ രീതിയിൽ വിശേഷണങ്ങളൊക്കെ ഒത്ത് അവർക്ക് മനസ്സിലാകിട്ട് പോലും അവർ വിശ്വസിക്കാതെ പോയി. ഇങ്ങനെയുള്ള ജൂതന്മാരുടെ അവസ്ഥ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി അബ്ദുല്ലാഹി ഇബ്നു സലാമിനെ പോലെയുള്ള ആളുകൾ വിശുദ്ധമാക്കപ്പെട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു റസൂലും മിനല്ലാഹ്, എന്നിട്ട് ഈ വ്യക്തമായ തെളിവ് ഹത്താ തഅതിയഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ തെളിവ് വരുന്നത് വരെ എന്നാണ് അല്ലാഹു അവരായിരുന്ന വിശ്വാസത്തിൽ നിന്നും അവർ വിരമിച്ചിട്ടില്ല. എന്നിട്ട് അല്ലാഹു പറയുന്ന ആ വ്യക്തമായ തെളിവേതാണ്? ഒന്നും കൂടെ അല്ലാഹു അതിനെ വ്യക്തമാക്കി തരുന്നു. റസൂലും മിനല്ലാഹ്, അതായത് അല്ലാഹുവിൽ നിന്നുള്ള ആ മുത്തായ ഹബീബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ വ്യക്തമായ തെളിവ് എന്ന് പറയുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താ എന്നിട്ട് ചെയ്തതും? യത്ലൂ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഓതി കൊടുക്കുന്നു സുഹുഫം മുതഹറ, ബാത്തിലിൽ നിന്നും വേർതിരിക്കുന്ന, ബാത്തിലിൽ നിന്നും സത്യമാർഗത്തെ വ്യക്തമാക്കി കൊടുക്കുന്ന ആ പരിശുദ്ധമാക്കപ്പെട്ട ഏടുകളെ, അള്ളാഹുവിൻ്റെ ഹബീബ് ആ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ആയത്തുകളെ അവർക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ ഹബീബ് ഓതി കേൾപ്പിക്കുന്നു. ഫീഹ, മാത്രവുമല്ല ആ സുഹഫുകളിലുണ്ട് എന്തുണ്ട്? ആ ഏടുകളിൽ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനുണ്ട്. കുതുബും ഖയ്യിമ, കൃത്യമായ രീതിയിൽ അഹ്കാമുൽ മക്തൂബ, കൃത്യമായ രീതിയിൽ എഴുതപ്പെട്ടതായ വിധികൾ ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ ഉണ്ട്. അവർ ഓതിക്കൊടുക്കുന്ന ഈ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലുണ്ട്. ചൊവ്വായ രീതിയിൽ നേരായ പാതയിലേക്ക്, അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് എത്തുവാനുള്ളതായ കൃത്യമായ രീതിയിലുള്ള നിയമാവലികൾ അടങ്ങിയിട്ടാണ് ഈ അടങ്ങിയതായ ഖുർആൻ ഷരീഫാണ് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തതും. അതാണ് ഹബീബായ മുത്തനബി അവർക്ക് ഓതി കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നു, നോക്കൂ നിങ്ങൾ, വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഇങ്ങനെ ഖുർആൻ ഓതി കൊടുത്തു, കൃത്യമായ രീതിയിൽ അത് വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറയാണ് വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകിയതായ ഈ ജൂതന്മാരും ക്രിസ്ത്യാനികളും
ഇവർ ഭിന്നിച്ചു പോയിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ തെളിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതിന് ശേഷം തന്നെയാണ് അവർ ഭിന്നിച്ചു പോയിട്ടുള്ളത്. വ്യക്തമായ തെളിവാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ അവരുടെ വേദഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കിയത് കൊണ്ടാണ് മദീനയിൽ വന്നവർ താമസമാക്കി. മുത്തുനബി വന്നാൽ മുത്തുനബിയെ കൊണ്ട് സ്വീകരിക്കണം, ഇസ്ലാം പുൽകണം എന്ന് ആഗ്രഹിച്ചു വന്നവരായിരുന്നു. പക്ഷെ അഹങ്കാരം കാരണം ഇതൊക്കെ മനസ്സിലാകിട്ട് പോലും ഞങ്ങൾ വിശ്വസിക്കാൻ സന്നദ്ധമല്ല എന്ന് പറഞ്ഞ് പിറകോട്ടടിച്ച് അവർ മാറി നിന്നു. അവർ അവിശ്വാസികളായി മാറിയത് അവർക്ക് വ്യക്തമായ തെളിവ് കിട്ടിയതിന് ശേഷം തന്നെയാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ശേഷം അള്ളാഹു പറയുന്നു, നോക്കൂ നിങ്ങൾ, വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അവരോട് അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. തൗറാത്ത്, ഇഞ്ചീൽ എന്ന് പറയുന്ന ഈ രണ്ട് ഗ്രന്ഥങ്ങൾ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അള്ളാഹു കൊടുത്ത ഗ്രന്ഥങ്ങളാണ്. ഈ ഗ്രന്ഥത്തിൽ അവരോട് അള്ളാഹു എന്ത് മാത്രമാണ് കൽപ്പിച്ചിട്ടുള്ളത്? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അവർ അള്ളാഹുവിനെ ആരാധിക്കുക എന്നതല്ലാതെ മറ്റൊന്നും അവരോട് കൽപ്പിച്ചിട്ടില്ല. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം ദീനിനെ ശിർക്കിൽ നിന്നും വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന് അള്ളാഹുവിന് വേണ്ടി മാത്രം സമർപ്പിക്കുന്ന ആ ഒരു കൽപ്പനയല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കൽപ്പിച്ചില്ല. ഹുനഫാ ഐ മാഇലീന ഇലൽ ഖൈർ, തിന്മയിൽ നിന്നും നന്മയിലേക്ക് ചാഞ്ഞവരായിക്കൊണ്ട്